യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പ്രിയപ്പെട്ടവർ, ഇന്നേ ദിവസത്തെ തലക്കെട്ട് ഇപ്രകാരമാണ്: റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. എൻ്റെ വാട്സപ്പ് പ്രൊഫൈലിൻ്റെ ക്യാപ്ഷൻ ഈ ഒരു വചനമാണ്: റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം: നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് നമ്മൾ സന്തോഷത്തോടു കൂടെ ആയിരിക്കുക എന്നുള്ളത്. കർത്താവിൽ നമ്മൾ സന്തോഷിക്കണം. നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടോ? കർത്താവിൽ എനിക്കൊരു ആനന്ദമുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ പരാജയം എന്ന് പറയുന്നത്, നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് ചില വ്യക്തികളിലാണ്, ഈ ലോകത്തിലെ ചില മനുഷ്യരിലാണ്, ചില വസ്തുക്കളിലാണ്, ചില സാഹചര്യങ്ങളിലാണ്. അത് വലിയൊരു പരാജയമാണ്. ഈ വ്യക്തികൾ, വസ്തുക്കൾ, സാഹചര്യങ്ങൾ എപ്പോഴും നിന്നെ സന്തോഷിപ്പിക്കാൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിത്യം നിലനിൽക്കുന്നവനായ കർത്താവിൽ നീ സന്തോഷം കണ്ടെത്തുക. ആ സന്തോഷം ഒരിക്കലും ആർക്കും നിന്നിൽ നിന്ന് എടുത്തു കളയാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഒന്നാമത്തെ ഒരു ചിന്ത അച്ഛന് പറയാനുള്ളത്, നമ്മൾ മനുഷ്യരിൽ അധികം ആശ്രയിക്കാതിരിക്കുക. നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തുക. കാരണം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഇന്ന് വളരെ വിശ്വസ്തരായി കരുതുന്ന ചില മനുഷ്യരാണ്, ചില വ്യക്തികളാണ് നിൻ്റെ നാളെയിലെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് മാറുക. അപ്പം അതുകൊണ്ട് എന്നും അവർ സന്തോഷം തരും എന്നൊന്നും വിചാരിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പൂർണ്ണമായിട്ടും 100% വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. അതുകൊണ്ട് കർത്താവിൽ സന്തോഷിക്കുക. രണ്ടാമതായിട്ട് അച്ഛന് പറയാനുള്ളത്, എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന മനുഷ്യരുണ്ട്. എപ്പോഴും പരദൂഷണം പറയുക, ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത മനുഷ്യർ, അവരെ കേൾക്കാൻ പോയാലും നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷം നമുക്ക് നഷ്ടപ്പെടും. എന്നാൽ നമുക്കറിയാം, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർ, സംസാരിക്കുന്നവർ, അവരെ നമ്മൾ അല്പനേരം കേട്ടാൽ മതി, നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും, ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം. ഒരേ ഒരു ജീവിതമുള്ളൂ, അത് കർത്താവിൽ നമ്മൾ സന്തോഷിക്കാനായിട്ട് പരിശ്രമിക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദുഃഖത്തിലായിരിക്കുന്നവരൊക്കെ ദുഃഖമൊക്കെ മാറ്റി നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെന്നേ. ആ കർത്താവ് എല്ലാ വേദനകളും, നിൻ്റെ പ്രയാസങ്ങളും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ കർത്താവിൽ നിനക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കട്ടെ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ദുഃഖത്തിലായിരിക്കുന്ന, നിരാശയിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സന്തോഷിക്കാനുള്ള കൃപ ഈ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.